ഞാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ലാസ്റ്റ് മൊമെൻറ്റിൽ നടന്ന ഒരു സംഗതി, അതായത് ജയിലിൽ നടന്ന ഒരു സംഗതി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാനി ശരത്ത് എന്ന വ്യക്തിക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഇതിനു മുമ്പ് ഒരിടത്തിരുന്നുകൊണ്ട് അയാൾ സംസാരിക്കുന്നുണ്ട്, അനിമോൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നോട് ഭയങ്കര സന്തോഷം പറഞ്ഞാണ്. അങ്ങനെ ഞാൻ പ്രതീക്ഷയാണ് വന്നത്. അപ്പാനി ശരത്ത് അവിടെ വന്നത് ജോയിൻ്റ് ആയിട്ട് നിന്ന് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലും ഉണ്ടാകാനാണോ? അതാണോ ഉദ്ദേശിച്ചത്? എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അനുമോള് അയാളെ ഇൻസൾട്ട് ചെയ്യുന്നു, അയാൾ അനുസരിക്കുന്നില്ല, അയാൾക്കൊരു ഇത് കൊടുക്കുന്നില്ല. ആൻഡ് എവിടെയൊക്കെ തിരിഞ്ഞും പിരിഞ്ഞും ഒക്കെ ഇരുന്നുകൊണ്ട് അനുമോളിനെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ രാത്രി കാണിച്ചൊരു വേലയുണ്ടല്ലോ, അട്ടിച്ചു പൊട്ടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യം ബിഗ് ബോസ് അത് ശരിക്കും മൈൻഡ് ചെയ്യണം. പ്രത്യേകിച്ച് മോഹൻലാൽ അത് കൺസേൺ ചെയ്യണം. അതെന്താന്ന് പറഞ്ഞാൽ അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുമ്പോൾ അത് കരയുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ വീണ്ടും വീണ്ടും പീഡിപ്പിക്കാനുള്ള നാർസിസ്റ്റ് മെൻറ്റാലിറ്റി ഉള്ള കുറച്ച് പേര് അതിനകത്തുണ്ട്. അതൊരു ജോക്കല്ല. അതിനകത്ത് പെട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ശരിക്കും ഇപ്പോൾ മോഹൻലാൽ 1-2 ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്കതിനകത്ത് പോകാൻ ആഗ്രഹമുണ്ട്, ഈ സമയത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യണമെന്നൊക്കെ എനിക്ക് പറയണമെന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു റെഗുലർ ലൈഫിൽ ജീവിച്ചു പോകുന്ന ഒരു ചര്യയിൽ നിന്ന് മാറിക്കൊണ്ട് മറ്റൊരു ലെവലിലേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് മിസ്സിങ് ആവുന്ന ഒരുപാട് കാര്യമുണ്ട്. ഫോണ്, കൂട്ടുകാർ, വീട്ടുകാർ ഒക്കെ നമുക്ക് മിസ്സിങ് ആണ്. പിന്നെ നമ്മൾ ഒരു വല്ലാതൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. ആ നിൽക്കുന്നവരുമായി സൗഹൃദം കൂടുക എന്നുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. അത് നമുക്കവിടെ പറ്റത്തില്ല. കാരണം അവരുമായിട്ട് സൗഹൃദമായി കഴിഞ്ഞാൽ നമുക്കവരെ നോമിനേറ്റ് ചെയ്യാനോ അവർക്കെതിരെ കളിക്കാനോ പറ്റത്തില്ല. അപ്പം നമ്മൾ വല്ലാത്തൊരു ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ നിൽക്കുന്ന വ്യക്തികൾ ഒരു പരിധിയിൽ കൂടുതൽ മെൻ്റൽ ടോർച്ചർ ചെയ്ത് കഴിഞ്ഞാൽ തല പിടിച്ച് വല്ലതും ആകും. അത് സീരിയസ്ലി അനുവിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ കൺസേൺ ആകണം ബിഗ് ബോസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ നടന്നത് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ബാത്റൂം പോകണമെന്നുള്ള അനുവിൻ്റെ ആവശ്യാർത്ഥം ബിഗ് ബോസ് പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. ആ ഇൻഫർമേഷൻ കൊടുത്തതിൽ ഉറങ്ങിക്കിടന്ന അപ്പാനി ശരത്ത് എഴുന്നേറ്റ് വരുന്നു. തുറക്കുക, അവളെ പുറത്തിറക്കുക, വീണ്ടും ലോക്കാക്കുക, അതിനുശേഷം വീണ്ടും അങ്ങോട്ട് ബാത്റൂം വരെ അവളെ അക്കമ്പനി ചെയ്യുക. ബാത്റൂമിൽ പോയതിന് ശേഷം അതിൽ തിരിച്ചു വരുമ്പോൾ അവളെ തിരിച്ചു കൊണ്ടുവന്നാക്കി അതിനകത്തിട്ട് വീണ്ടും പൂട്ടുന്നു. ആ സമയത്തേക്കാണ് നമ്മുടെ മറ്റേ പുള്ളി വരുന്നത്, പിന്നെ അനീഷിന് പോകണമെന്ന് പറയുന്നത്. അപ്പം അവൾക്കും പോകണം, അനീഷിനും പോകണമെന്ന് പറയുമ്പോൾ അവൻ ശരി അനീഷിൻ്റെ പുറകെ അയാൾ പോകുന്നില്ല. പകരം ഈ പറയുന്ന അനുവിൻ്റെ കൂടെ തന്നെ അയാളവിടെ സ്റ്റേ ചെയ്യാണ്. എന്നിട്ട് അതും പോരാതെ അതിനകത്തേക്ക് കയറി അനുമോള് വെച്ചിരിക്കുന്ന ഒരു ബൊമ്മയുണ്ട്, അതെടുത്തങ്ങ് ദൂരെ എറിയുകയാണ്. മേ ബി അവൾ എന്തെങ്കിലും കമൻറ്റ് പറയുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകാനാണ് ചാൻസ്. പക്ഷെ ലൈവിൽ അത് കാണിക്കുന്നില്ല അങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞതായിട്ട്. പക്ഷെ ഇവൻ പറയുന്നുണ്ട് നാക്ക് സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് എന്നാലും ഒരു മോശപ്പെട്ട പരിപാടിയാണ് ആ ചെയ്തതെന്ന് ഞാൻ പറയും. അവൾ ബാത്റൂമിൽ പോകുന്നിടം വരെ അവളെ പിറകെ പോവുക, ചൊറി പിടിച്ച ഒരു നായി പിറകെ നടക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നിട്ട് ഈ ഡോൾ എടുത്തെറിയാണ്. അവൾ പോയ ഡോൾ എടുത്ത ശേഷം പിന്നെ അവളൊരു തീരുമാനമെടുക്കുന്നു, ഞാൻ അതിനകത്ത് കയറുന്നില്ല അനീഷ് വരാതെ. അനീഷ് വരുന്നത് വരെ അവിടെ ഇരിക്കുമെന്ന് പറയുന്നു. അവളെ വീണ്ടും വീണ്ടും ടോർച്ചർ ചെയ്യാണ്. വീണ്ടും അവിടെ നിന്നുകൊണ്ട് അകത്ത് കയറുന്ന പറഞ്ഞ് ടോർച്ചർ ചെയ്യുമ്പോൾ പിന്നെ അനൗൺസ് ചെയ്യാണ് ബിഗ് ബോസ്, നിങ്ങളുടെ മൈക്ക് നിങ്ങൾ ധരിച്ചിട്ടില്ല. അതായത് അനുമോളി മൈക്ക് അവിടെ വെച്ച് മറന്നുപോയി ബാത്റൂമിൽ. അപ്പോൾ തിരിച്ചു പോയി ആ മൈക്ക് എടുക്കാൻ പോകുമ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് അനീഷുമായിട്ട് തന്നെ തിരിച്ച് ജയിലിലേക്ക് വരികയാണ്. അതൊരു സേഫ് പ്ലേ ആണ് തോന്നുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറയാൻ മറന്നുപോയൊരു കാര്യമാണ്, അനീഷിനോട് റെസ്പെക്റ്റ് തോന്നിയത് അതുകൊണ്ടാണ്. അനീഷ് കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഇയാൾ പിന്നെ കൂടുതൽ അവളെ ചുരണ്ടുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ആ പെൺകുട്ടി ഒറ്റയ്ക്കാണ്, അതിനെ കൂടുതലിട്ട് ഉപദ്രവിക്കുക എന്നൊരൊറ്റ കൺസേണാണ്. ആദില കൂടെ ഉണ്ടെങ്കിലും കമൻ്റ് അടിക്കില്ല, ആദിലയോ നൂറയോ കൂടെ ഉണ്ടെങ്കിൽ കമൻ്റ് അടിക്കില്ല. അല്ലെങ്കിൽ അനു ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കമൻസ് വരും, ഒരു മോശം പറയും, വല്ലാണ്ട് അവളെ ട്രിഗർ ചെയ്യും. ആൻഡ് ഒരു പാട്ടൊക്കെ പാടിയിട്ട് അപമാനിക്കുന്നുണ്ടല്ലോ, ആ പാട്ടൊക്കെ ഭയങ്കര വൾഗറായിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് പാട്ടൊക്കെ പാടുന്നത് അക്ബർ. അത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദയുണ്ട്. ഈ പാർഷ്യാലിറ്റി കാണിക്കാതെ അക്ബറിന് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ട് ശരത്തിന്. എന്തുകൊണ്ട് ശരത്ത് അത് ചെയ്യുന്നില്ലെന്ന് മനസ്സിലാവുന്നില്ല. ശരത്തിൻ്റെ എക്സ്പെക്റ്റേഷനിലേക്ക് അനു വന്നില്ല എന്ന് പറയുമ്പോൾ ശരത്ത് അവിടെ കളിക്കാൻ വന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ശരത്ത് അവിടെ വന്നത് മറ്റെന്തോ കൺസേണിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പാട്ടിൽ രേണുവിനെ പറയുന്ന ബാഡ് വേർഡ്സ് ഞാൻ കുറേ എഴുതി വെച്ചിട്ട് ഞാനിതവിടെ പറയുന്നില്ല. അമ്മാതിരി ബാഡ് വേർഡ്സാണ് അവളെ പറ്റി പറയുന്നത്. ഇനി ജയിലിൽ വെച്ചിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അനീഷിനെ ചേർത്തിട്ട്. അനീഷ് ഗോവിന്ദ് ചാമി ലെവലിലേക്ക് പോകും എന്ന ടോണിൽ സംസാരിക്കുന്നുണ്ട്. അത് കറക്റ്റ് ആ വേർഡല്ല, ബട്ട് ഏകദേശം സൂക്ഷിക്കുക, അവസാനം അനീഷ് കയറി പിടിക്കും അങ്ങനെ. അപ്പോൾ അനീഷിനത് ഹേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അനീഷ് അത് അത്രയും സീരിയസ് ആയിട്ട് പറയാതെ മറുപടി പറയണം. പുറത്തായിരുന്നെങ്കിൽ അത് വലിയതായിട്ട് പ്രശ്നമാക്കേണ്ട ഒരു കാര്യമാണ്. എന്താ ഒരു പെണ്ണും ഒരു ചെറുക്കനും കൂടെ ഒരു മുറിയിൽ കിടക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഈ വൃത്തികേട് പറഞ്ഞ ആര്യനോ
ആര്യനും ജിസലും കൂടെ ഒരു ബെഡിലല്ലേ കിടക്കുന്നത്. അതെന്താ ശരത്തിന് പ്രോബ്ലം ഇല്ലേ, അക്ബറിന് പ്രോബ്ലം ഇല്ലേ, റെനാക്ക് പ്രോബ്ലം ഇല്ലേ? അങ്ങനെ അവർക്ക് ഒരു ബെഡിൽ കിടക്കാം എന്നുണ്ടെങ്കിൽ ജയിലിൽ ഇത്രയും വിസിബിളായ ഒരു സ്ഥലത്ത് അയാൾ കയറി പിടിക്കുമെന്ന് പറയുമ്പോൾ മനീഷ് എന്താ അത്രയും റോങ് ക്യാരക്ടറാണോ? അപ്പോൾ ഇത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർത്തു ദോഷം എന്ന് പറയും, അബ്രിങ്സിൻ്റെ കുഴപ്പമാണ്. വളർത്തു ദോഷം കൊണ്ട് വരുന്ന കുഴപ്പമാണ്. നമ്മളെ ചുറ്റുപട്ടത്തുമുള്ളവരെ എങ്ങനെ ഇൻസൾട്ട് ചെയ്യാം, അവരെ ഏത് രീതിയിൽ അടിക്കാം എന്ന ഒരാളെ മെൻ്റലി അടിക്കുക എന്നുള്ളതിൻ്റെ മറ്റൊരു ലെവലാണ് അവിടെ കാണുന്നത്. അനുവിന് കംഫർട്ടായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ്, ആദില, ശൈത്യ ഇവരൊക്കെ ഉള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. ബട്ട് സ്റ്റിൽ അങ്ങനെ ഗ്രൂപ്പീസ് അവിടെ പാടില്ല എന്നുള്ളതും അവൾക്ക് കൊടുക്കുന്ന ഒരു ഇതാണ്. അപ്പം അതിൽ നിന്നും ഓവർകം ചെയ്യണം. ഇവരെയൊക്കെ പിണക്കി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്ന് അറ്റാക്ക് ചെയ്യുമെന്നറിയാം, കളിക്കുകയും വേണം. വല്ലാത്തൊരു ടാസ്ക്കാണ് അനു അവിടെ കൊടുത്തിരിക്കുന്നത്. അനു ഫേസ് ചെയ്യുന്ന വലിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ഈ വിഷയം ഞാൻ ഇന്നലെ മറന്നുപോയതാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ അനീഷിനെ പ്രൊവോക്ക് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ ഭയങ്കരമായിട്ട് ഇത് പിന്നെ ഷാനവാസ് വന്ന് അനീഷിനെ പ്രൊവോക്ക് ചെയ്യുന്നതാണ്. ഒരാൾ ജയിലിലാണ്, ഓൾറെഡി ജയിലിലാണ്. അവർ ഭയങ്കര ഡിസ്റ്റർബ്ഡും ആയിരിക്കും. കാരണം കംഫർട്ട് സോണിൽ നിന്ന് നേരെ ജയിലിലേക്ക് വേണം. ഒന്നാമത് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് ഒരു കംഫർട്ട് സോൺ അല്ല. അതിൻ്റെ ഒപ്പം അതിനേക്കാൾ പുറത്തേക്ക് ആ തണുപ്പത്ത് അല്ലെങ്കിൽ ആ മഴയത്ത് ഇനി ചൂടാണെങ്കിൽ അങ്ങനെ അവിടേക്ക് ഇവിടെ കിടക്കുകയാണ് അവർ. അപ്പോൾ അവർ കഷ്ടപ്പെടുന്ന ഒരു രീതി, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോബ്ലം, അതിന് പറയും പഴുതാര വരുന്നുണ്ട്, തേള് വരുന്നുണ്ട്, കൊതുകുണ്ട്, ഇങ്ങനെ എല്ലാം പറഞ്ഞ് ആ ഒരു ട്രബിളിലേക്കാണ് അവരെത്തുന്നത്. അതിൻ്റെ കൂടെ അവർക്ക് ടാസ്കും കൊടുക്കുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് ടൈം ഇത്രയും ദിവസം ചെയ്ത ടാസ്കിൽ ഫസ്റ്റ് ടൈം വളരെ ഈസി ടാസ്ക്കാണ്, അവർ പെട്ടെന്ന് തീർത്തു. ആൻഡ് ഈസി ആണോന്ന് വെച്ചാൽ അത്ര ഈസി അല്ല, ബട്ട് സ്റ്റിൽ അവർ തീർത്തു. അതവർ വളരെ ഇതായിട്ട് ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തതുകൊണ്ട് അവർ കുറച്ചുകൂടെ കംഫർട്ടായി. എന്താണെന്നറിയാമോ, നമ്മൾ ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. നമ്മളിങ്ങനെ ജയിലിലാണല്ലോ എന്നുള്ള ഒരു ചിന്ത, അതാണ് നമുക്ക് പ്രശ്നം വരിക. അപ്പോൾ അത് ഓർക്കാനുള്ള സമയം അവർക്ക് കൊടുക്കാതെ ലേലൂലു ലേലൂലു എന്നുള്ളത് എഴുതാൻ പറഞ്ഞ് അത് ഒട്ടിച്ചു വെക്കുന്നത് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. ഞാൻ കൊടുത്ത മെസ്സേജ് റോങ് ആണ്, കാരണം അവർ മിസ്റ്റേക്ക് ഒന്നും ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഫിസിക്കൽ അസാൾട്ട് നടത്തിയിട്ടുള്ളത് അനു അല്ല, മറ്റവളാണ്. ചുണ്ടിലൊന്ന് തൊട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ഫിസിക്കൽ അസാൾട്ടായിട്ട് വരത്തില്ല. പകരം അത് പെർമിഷൻ ഇല്ലാതെ ചെയ്തു എന്നുള്ളതൊരു പ്രശ്നമാണ്. പക്ഷേ അതിനകത്തൊരു ന്യായം അനുവിൻ്റെ ഭാഗത്തുണ്ട്. തിരിച്ച് ചെയ്തത് ആ കുട്ടിക്ക് മരണം വരെ സംഭവിക്കാവുന്ന കാര്യമാണ്. അത് തള്ളിയ പോർഷൻ, അവൾ പോയി വീഴാൻ പോയ ഭാഗം, കത്തിയിരിക്കുന്ന സ്ഥലം, അടുക്കളയിൽ വെച്ചുള്ള മൽപ്പിടുത്തം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതിന് പകരം അവളെ പിടിച്ച് അതിനകത്തിട്ടിട്ട് അവൾ ബാക്കിയുള്ളവർ ജയിച്ചു എന്ന് ഡിക്ലെയർ ചെയ്യുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ ദ വേ, മോർണിംഗിൽ തന്നെ രണ്ടും കൂടെ അടിയും കൂടുന്നുണ്ട് കേട്ടോ. അനീഷ് കിടന്ന് പൊലമ്പുന്നുണ്ട്. അവനിങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. അവന് പറ്റിയ ജോബാണ് കൊടുത്തിട്ടുണ്ടായിരുന്ന ജയിലിൽ, റിപ്പീറ്റേഷൻ, എംബോസിഷൻ പറയുന്ന കണക്ക്. അതിനൊന്ന് ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. ആൻഡ് ദ റെസ്റ്റ് കണ്ടിട്ട് ഞാൻ വന്ന് പറയാം. താങ്ക് യു.